ഈസ്റ്ററിൻ്റെ എൻ്റെ ഫേവറേറ്റ് പാട്ടെന്ന് പറയുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഫുൾ ഹാപ്പിനെസ്സിൽ തന്നെ ഹോളിമാസിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാനും വിഷ്ണുവും വീടെത്തി. തൊട്ട് പുറകെ ചേച്ചിയും ചേട്ടനും നമ്മുടെ 2 പിള്ളേരും കൂടി എത്തി കേട്ടോ. അവരുടെ 2 പേരുടെയും ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. ശേഷം നമ്മൾ 2 വീലർ എടുത്ത് ചെറിയ രീതിയിലൊന്ന് റൈഡ് പോയായിരുന്നു. നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ. കുഞ്ഞുങ്ങളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ വലുതാവുന്നത്. ആ ഒരു ക്യൂട്ട്നെസ് സ്റ്റേജൊക്കെ മാറി മാറി വരുന്നത് കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നും. ഇവർ കണ്ടു 2 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും കേട്ടോ. പെട്ടെന്ന് തന്നെ മിസ്സിങ് വരും. വീട്ടിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ പേടിയുള്ള ഒന്നാണ് പടക്കം. ഒരുപാട് സൗണ്ടുള്ള പടക്കങ്ങളൊന്നും വീട്ടിൽ ഓടാറില്ല. എങ്ങാനും വല്ല ഓലപ്പടക്കം പൊട്ടിയാൽ തന്നെ ആ ദിവസം അവിടെ തീർന്നു. നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, ചെറിയ ചെറിയ ഹാപ്പിനെസ്, ഇതെല്ലാം വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, ഒന്ന് എല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ മെമ്മറീസിനെ ഒന്നുകൂടെ കളർഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ഓലപ്പടക്കം പൊട്ടിയതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ആ കാണുന്നത്. അതോടുകൂടി ആ ദിവസത്തെ പടക്കം പൊട്ടിക്കൽ നിർത്തിവെച്ചു. ഫുഡ് ഇല്ലാതെ എന്ത് ഈസ്റ്റർ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തന്നെ ഫുഡൊക്കെ കഴിച്ച് ആ ദിവസം കുറേ കഥകളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഈസ്റ്റർ സ്പെൻഡ് ചെയ്തു.